ഇനി നമുക്ക് എരിവുള്ള ഒരു ചായ പലഹാരം ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് പച്ച ഏത്തക്കായ പുഴുങ്ങിയിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ടേസ്റ്റുള്ള പലഹാരം ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് എൻ്റെ മനസ്സിലൊന്ന ഐഡിയയിൽ ഞാൻ റെഡിയാക്കിയിട്ട് തേക്കുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ ഇത് പരത്തിയിട്ട് എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തണം, എന്നാൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും മഴയുടെ നല്ല സമയമുള്ളൂ. അപ്പോൾ നല്ല മഴയ്ക്ക് പെയ്യുമ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാൻ. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ച ഏത്തക്കായാണ് വേണ്ടത്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ പച്ച ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. ഏത്തക്കായ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പുഴുങ്ങിയിട്ട് എടുക്കണം. ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ആ വെള്ളത്തിൽ ഒരു ചെറിയൊരു തട്ട് വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് ഈ ഏത്തക്കായ പുഴുങ്ങിയെടുത്തത്. അപ്പോൾ അങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഏത്തക്കായ നല്ല സോഫ്റ്റായിട്ട് വരും. ഞാനിപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. കാരണം ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ അത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. വേണ്ട, ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയിട്ട് എടുത്താലും മതി. അപ്പോൾ മെയിനായിട്ട് ഇതേപോലെ ഏത്തക്കായ പുഴുങ്ങിയെടുത്തത് വേണം. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇതേപോലത്തെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അരിപ്പൊടി മതിയാവും. അരിപ്പൊടി ഇപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടിയോ അല്ലെങ്കിൽ പത്തരി ഉണ്ടാക്കുന്ന അരിപ്പൊടിയോ ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചേർക്കണം. ആ ഇഞ്ചി ഞാനിവിടെ ഓൾറെഡി ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, മുഴുവനായിട്ടുള്ള ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ഈ പഴം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടിയും ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ചതച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ അത് ഈ ഏത്തക്കായ അരച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടി നന്നായിട്ടുണ്ട് മിക്സായിട്ട് വരുമല്ലോ. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഒന്നല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള ഇതേപോലത്തെ 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. കറിവേപ്പില ഞാനിവിടെ ഇതേപോലെ തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകമായിരുന്നാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അത് ഞാനിവിടെ മുഴുവനായിട്ടുള്ള കുരുമുളക് അല്ല ചേർക്കുന്നത്, പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അത് നമുക്ക് ഈ മിക്സ് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കണില്ല. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താം. ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പൊടിയും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ പഴം നിങ്ങൾ എടുക്കുമ്പോൾ നേരത്തെ കൂട്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ പുഴുങ്ങി വെക്കണ്ട, ചെറിയ ചൂടോട് കൂടിയിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും നല്ല സോഫ്റ്റായിട്ട് വരാം നമ്മളത് കുഴച്ചിട്ട് എടുക്കുമ്പോൾ. അല്ലെങ്കിൽ ഈ പച്ച ഏത്തക്കായ ഇതുകൊണ്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ട് വരും. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് ഈ പച്ച ഏത്തക്കായ പുഴുങ്ങിയത് ചേർക്കുക. ഇതിന് ചെറുതായിട്ട് ചൂടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ചേർക്കുക. പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക. ജീരകവും ചേർക്കുക. ജീരകം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 3 നുള്ള ജീരകം ചേർക്കുന്നുണ്ട്. ഈ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളകിൻ്റെ പൊടി സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുക. കാരണം കുരുമുളക് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അങ്ങോട്ട് പൊടി പോലെ ആവില്ല, കുറച്ച് വലിയ വലിയ പീസൊക്കെ ആയിട്ട് കിടക്കും. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കുമ്പോൾ കുരുമുളക് ശരിക്കും പൊടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഇങ്ങനെ എന്താ പറയുക ചെറിയ അങ്ങനെ ഹോൾസ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊടിയായിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇതേപോലെ അരച്ചെടുക്കാൻ പോണതിന് മുമ്പ് ചേർക്കാം. അതിൻ്റെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതങ്ങോട്ട് ഉപ്പ് ശരിക്കാണ്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് വരില്ല. ഇനി ഇതൊന്ന് കറക്കിയിട്ട് എടുക്കുക. ഇത് കറക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം.
അപ്പോൾ നിങ്ങളുടെ മിക്സി അത്രയ്ക്ക് നന്നായിട്ട് അറിയാത്ത മിക്സി ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒറ്റയടിക്ക് അരയ്ക്കണ്ട, പകുതി പകുതി ഇട്ടിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുക. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഇത് തന്നെ ചേർക്കുന്നതിന് തന്നെ കറക്റ്റായിട്ടൊരു അളവില്ല. നമ്മുടെ കൈമ ഒട്ടി പിടിക്കാണ്ട് ഇത് നമുക്ക് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം അതനുസരിച്ചിട്ട് ചേർക്കുക. അപ്പം ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നിറച്ചെടുക്കണ്ട, ഇതേപോലെ ഇട്ട് നിങ്ങളൊരു ഏകദേശം അളവിൽ ചേർക്കുക. എന്നിട്ട് കുഴച്ചെടുത്ത് നോക്കുക. എന്നിട്ട് ഇപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ എടുക്കുന്ന പഴം ഇപ്പോൾ ചെറുതാ അല്ലെങ്കിൽ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഈ കൈമേന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ കൈമ അങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കൈമ ആവുകയും ചെയ്യും, അതിലേക്ക് കുറച്ച് വീഴുകയും ചെയ്യും. ഒരുപാടൊന്നും ഒഴിക്കണ്ട, അതേപോലെ കുറച്ച് ഈ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നത്. ഇതെല്ലാം കൂട്ടിയിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇത് ഞാൻ കുഴച്ചിട്ടെടുക്കുമ്പോഴായിരുന്നാലും ഇതിന് ചെറുതായിട്ടൊരു ചൂടുണ്ട്. കാരണം ചെറിയ ചൂടോട് കൂടിയിട്ട് കുഴച്ചിട്ടെടുക്കണം, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരു 10 മിനിറ്റ് കൂടുതൽ റെസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾ കുഴച്ചിട്ട് എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടാറുന്നതിന് മുമ്പ് ചെറിയ ചൂടോട് കൂടിയിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ബോളായിട്ട് എടുത്തിട്ട് നമ്മൾ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് എടുത്താൽ മതി, ഒരുപാട് വലുതാക്കിയിട്ട് എടുക്കണം. എല്ലാവരും ഇതേപോലെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് കൗണ്ടർ ടോപ്പുമേ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ ഇതുണ്ടല്ലോ അതുമേ വെച്ചിട്ട് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ അതൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കും. ഒരുപാട് കനം കുറച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാടായിരിക്കും. ഒന്ന് കനം കുറഞ്ഞ് കഴിയുമ്പോൾ അതിനെ എടുക്കും. അതുകൊണ്ട് കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് കനം കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഈസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. ഇതെല്ലാവരും ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തിട്ട് എടുക്കുക. ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടാവണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യം ഇതേപോലെ ഒരു ചെറിയ കുറച്ച് മാവ് ഒന്ന് ഇട്ട് വന്നത്, അത് ഇട്ട വഴിക്ക് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരണം. മാവൊന്നും അല്ല, ഓയിലൊന്നും കൂടി ചൂടാവാൻ്റെ നല്ല ചൂടായിട്ട് വരണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിങ്ങനെ ഒരു ചെറിയ കഷ്ണം നമ്മൾ മാവ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇട്ട വഴിക്കാൻ അങ്ങോട്ട് പൊന്തി വരണം. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇതിങ്ങനെ ഓരോന്നിട്ടിട്ട് വറുത്തെടുത്താൽ മതി. കാരണം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. എടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഓയിൽ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പിടിക്കണം. അപ്പം ഇതിനകത്ത് കൂടുതൽ ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലോ. ഇതേപോലെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും.
നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ അത് ഇതേപോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവത്. ഇപ്പോൾ ഇവിടെ രാവിലെ ഒരു 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. പുറത്ത് ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടൊക്കെ ആവും. ഇപ്പോൾ ഇവിടെ സമ്മർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ പുല്ല് കട്ട് ചെയ്യുന്നത് ഇതേപോലെ ഇങ്ങനെ ഒരു ട്രാക്ടർ വെച്ചിട്ടാണ് ചെയ്യുക. അത് എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യണത്. റോസുമ്മയ്ക്കും പൂണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.